Hello dears, welcome back. ഇന്ന് നമുക്കൊരു ഡെക്കറേഷൻ വീഡിയോ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. കേക്ക് ദാ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിൽ ചെയ്ത കേക്കാണ്. 7 ഇഞ്ച് മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഐസ് ബ്ലൂ ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 4 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ട് മതിയെങ്കിൽ ഒരു 2 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ കളേഴ്സൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇനി എടുക്കുന്ന നോസിൽ നമ്മുടെ ലീഫ് നോസിലാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു നോസിലിന് നമ്പറില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയം സൈസ് ലീഫ് നോസിൽ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്ലൂ കളർ പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. കൂടെ ലീഫ് നോസിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിലായിട്ടൊരു ഡിസൈൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ലീഫ് നോസിൽ പിടിക്കുമ്പോൾ നമ്മൾ സാധാരണ ലീഫ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ രീതിയിലല്ല കേട്ടോ പിടിക്കേണ്ടത്. ഒന്ന് ചരിച്ച് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊന്ന് പിടിച്ചാൽ മതി. എന്നിട്ട് കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു കേക്കിൻ്റെ ടോപ്പ് വരെ എത്തുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ എസ് എഴുതുമ്പോൾ നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ അതുപോലെ ഒന്ന് കൊടുത്ത് മുകളിലേക്ക് എടുത്താൽ മതി കേട്ടോ. പൈപ്പിംഗ് ബാഗ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഡിസൈനായിട്ട് കിട്ടും. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് കുറച്ചധികം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൻ്റെ സൈഡിൽ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേക്കിൻ്റെ ആ ഒരു ടോപ്പിൽ നിന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു 3 ലൈൻ കൊടുക്കുമ്പോൾ അത് ആ ഒരു കേക്കിൻ്റെ ടോപ്പിൽ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ. ഇനി അടുത്ത ഒരു 3 ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ എത്തിക്കേണ്ട കേട്ടോ. അതിനും തൊട്ട് താഴെ ആയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. അതേ രീതിയിലൊരു 3 ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ വീണ്ടും ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒന്ന് ചരിഞ്ഞ് ആ ഒരു സൈഡ് ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം നമ്മളത് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടല്ലോ ഇതുപോലെ. ചെറിയ വ്യത്യാസമൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മളിനി ചെറിയ ഫ്ലവർ പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് വന്നോളും. പക്ഷേ അധിക വ്യത്യാസത്തിൽ കൊടുക്കരുത് കേട്ടോ. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് താഴ്ന്ന് വന്നിട്ട് പിന്നെ ഒരുപാട് മുകളിലേക്ക് പോകുന്ന രീതിയിൽ ലൈൻ കൊടുക്കല്ലേ. ഇപ്പോൾ നമ്മൾ വരച്ച ഇതേ രീതിയിൽ തന്നെ ഇനി നമുക്ക് കുറച്ച് ലൈൻസും കൂടെ വരച്ചിട്ട് ഏകദേശം താഴ്ഭാഗത്ത് എത്തുന്ന രീതിയിൽ ഒന്ന് വരച്ച് നിർത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഒരു ലെങ്തിലുള്ള ലൈൻ കൊടുക്കുമ്പോഴും കുറഞ്ഞതൊരു 3 എണ്ണം വെച്ചിട്ട് വരച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ ഏകദേശം ഇവിടെ ആ ഒരു താഴ്ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു താഴ്ഭാഗത്തേക്ക് അങ്ങ് കൊണ്ടെത്തിക്കേണ്ട, കുറച്ച് ബ്ലൂ കളറിൽ തന്നെ നിൽക്കണം. ഇനി വരയ്ക്കുന്ന ലൈനാണ് കേട്ടോ ആ ഒരു ലാസ്റ്റ് മിഡിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ലെങ്തിൽ മതിയാവും. ചെറുതായിട്ട് കണ്ടില്ല, ഒരു ബ്ലൂ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. കണ്ടില്ലേ. ഇനി നമുക്ക് നേരെ തിരിച്ച് നമ്മളിപ്പോൾ ഈ ചെയ്ത അതേ ഡിസൈൻ തന്നെ നമുക്ക് തിരിച്ച് ഇവിടെ നിന്നൊന്ന് കയറി പോകുന്ന രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ഇപ്പുറ സൈഡിൽ ചെയ്തിട്ടുള്ള അതേ ആ ഒരു ഡിസ്റ്റൻസ് കൊടുത്ത് തന്നെ ചെയ്യാനായിട്ട് നോക്കണേ. ഓരോ ലൈൻസും കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ലൈൻസ് ആ ഒരു ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ മതി. ഏകദേശം ആവുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈം വരച്ച രീതിയിൽ തന്നെ ആ ഒരു കേക്കിൻ്റെ ടോപ്പിലോട്ട് എത്തുന്ന രീതിയിൽ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ വരച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സൈഡ് ഫുള്ളും ഈ ഒരു ബ്ലൂ ലൈൻ കൊണ്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടും. കണ്ടില്ലേ. ഇപ്പം നമ്മൾ ആ ഒരു ലൈൻസ് എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് കേക്കിൻ്റെ ആ ഒരു സൈഡൊക്കെ കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ. ഫ്രണ്ട് പോർഷനാണ് ഇത് വരുന്നത്. ഒന്ന് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് 2 സൈഡും കൂടി വന്ന് ഇങ്ങനെ ഒരു പോയിന്റിലോട്ട് വരുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ബാക്കി സൈഡൊക്കെ ഫുള്ള് ലൈൻസായിട്ട് ആ ഒരു കേക്ക് സൈഡിൽ ആ ഒരു ടോപ്പ് വരെ എത്തുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു താഴ്ഭാഗത്തൊക്കെ ചെറിയൊരു നമുക്ക് ബോർഡർ കൊടുക്കണ്ട കേട്ടോ. ഇതിൽ ബോർഡർ കൊടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കേക്കിൻ്റെ താഴ്ഭാഗത്ത് മാത്രം മതി. സെയിം നോസിലും കളറും കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു താഴ്ഭാഗത്ത് ഈ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോന്നും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈൻസിൻ്റെയൊക്കെ എൻഡിലായിട്ട് ചെറിയ ഫ്ലവർ പോലൊരു ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ബർഗണ്ടി കളറൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
ഇനി എടുക്കുന്ന നോസിൽ വിൽട്ടൺ ടിപ്പിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ കണ്ടില്ലേ, ഈ ഒരു ടിപ്പാണ്. ഇതിൻ്റെ നമ്പർ വന്നിട്ട് 35 ആണ് കേട്ടോ, BK35. അപ്പോൾ നിങ്ങൾ 100 നോസിലാണ് എടുക്കുന്നതെങ്കിൽ 100-ൽ 7 എടുത്താൽ മതി കേട്ടോ, സെയിം ഡിസൈൻ കിട്ടും. ഇനി നമുക്ക് ഓരോ ഫ്ലവറായിട്ട് ആ കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു എൻഡിലായിട്ട് വരച്ച് കൊടുക്കണം. ആ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുത്താൽ മതിയേ. അപ്പോൾ ഓരോ ഫ്ലവറും ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഓരോ ഫ്ലവറും തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എൻഡ് വരുന്ന ഭാഗമുണ്ട്, നമ്മൾ ആ ഒരു ലൈൻസ് താഴേക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് സൈസ് ഒന്ന് കുറച്ചിട്ട് ചെയ്താൽ മതി. അപ്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് എടുക്കണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സൈസ് കുറഞ്ഞ ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സൈസ് കുറച്ച് വരയ്ക്കണേ. നമ്മൾ ആ ലൈൻസ് കൊടുത്ത അതേ ആ ഒരു ലൈനിൽ തന്നെ ഒന്ന് താഴേക്ക് വരുന്ന രീതിയിൽ കൊടുക്കാവേ. ഇപ്പം നമ്മൾ ആ ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മൾ ആ ഒരു ലൈൻസ് കൊടുത്ത രീതിയിൽ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് ആ ഒരു ഡിസ്റ്റൻസ് കൊടുത്ത് തന്നെ ഒന്ന് വരച്ച് പോയാൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു ടോപ്പിലെത്തുമ്പോൾ പിന്നെ വീണ്ടും നമ്മൾ സൈസ് വലുതാക്കിയിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ. കണ്ടല്ലേ, ഇപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിലെത്തിയിട്ടുണ്ട്. കുറേശ്ശെ ആ ഒരു സൈസ് ഒന്ന് വലുതാക്കി നമ്മൾ നേരത്തെ കേക്കിൻ്റെ ടോപ്പിൽ വരച്ച ആ ഒരു ഫ്ലവറിൻ്റെ സൈസിൽ വരച്ചെടുക്കാവേ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ആ ഒരു ലൈൻസിൻ്റെയൊക്കെ ഒരു എൻഡിലായിട്ട് ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഡിസൈൻ ഒന്ന് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈൻസിലും നമ്മൾ ഈ കൊടുത്ത ഫ്ലവറിലുമൊക്കെ ചെറിയ കുഞ്ഞു ഫ്ലവർ പോലെ ഒരു ഡിസൈൻ കൊടുക്കാവേ. ഫ്ലവറായിട്ട് ചെയ്യണമെന്നില്ല, ചെറുതായിട്ടൊരു ഡോട്ട് പോലെ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ഈ ഒരു ഫ്ലവർ ചെയ്ത ആ ഒരു ബർഗണ്ടി കളറിലേക്ക് തന്നെ കുറച്ച് റെഡ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ചൊന്ന് ഡാർക്ക് കളറിൽ വന്നാലേ ഇത് അറിയാൻ പറ്റുള്ളൂ. സെയിം കളറായ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഒന്ന് ഡാർക്കാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ബർഗണ്ടി കളറിലേക്ക് 2 ഡ്രോപ്പ് റെഡ് കളർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബർഗണ്ടി കളറും കൂടി ഒരു 2 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ കുറച്ച് നല്ല ഡാർക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കളർ കിട്ടും. ഇനി എടുക്കുന്ന നോസിൽ ഈ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നോസിലിന് നമ്പറില്ല. നമ്മൾ സാധാരണ ഈ ഒരു ബാർബിക്കൊക്കെ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ടൈപ്പ് നോസിലാണ്, ചെറിയൊരു സ്റ്റാർ നോസിൽ പോലത്തെ നോസിലാണ് കേട്ടോ. തീരെ ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ചെറിയ നോസിലായിട്ടുള്ളത്, ഈ സ്റ്റാർ നോസിലൊക്കെ പോലെയുള്ള തീരെ ചെറിയൊരു നോസിലെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു ലൈൻസിലൊക്കെ ആദ്യം കൊടുക്കാം കേട്ടോ. ചെറിയൊരു ഡോട്ട് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീരെ ചെറുതാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇടവിട്ട് കൊടുക്കാം, കുറച്ച് അധികമായിട്ട് വരച്ച് കൊടുക്കാം. കണ്ടില്ലേ, ആ ഒരു ഡാർക്ക് കളർ വന്നപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ. കുറച്ച് കൂടുതൽ ഭംഗിയിൽ കിട്ടുന്നതും ഈ ഒരു കളറിൽ ഡാർക്ക് വരുമ്പോഴാണ്. കേക്കിൻ്റെ സൈഡിൽ ആ ഒരു ലൈൻസിലൊക്കെ ഇടവിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു കേക്കിൻ്റെ ടോപ്പിൽ നമ്മൾ ഫ്ലവർ കൊടുത്തല്ലോ, ആ ഒരു ഭാഗത്തും കൊടുക്കാം. ആ ഒരു 2 ഫ്ലവർ വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ സൈഡിൽ കൊടുത്ത രീതിയിൽ തന്നെ കുറച്ച് അധികമായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു ഫ്ലവറിനൊക്കെ ലീഫ് കൂടി കൊടുക്കാം. അപ്പോൾ ലീഫ് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ സൈസ് മതി കേട്ടോ. ഒന്ന് ടച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ആ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഫ്ലവർ തന്നെ തീരെ കുഞ്ഞാണ്. അപ്പോൾ അതിനുവേണ്ടി കളർ മിക്സ് ചെയ്യുമ്പോൾ ഗാർഡൻ ഗ്രീനും ബ്രൈറ്റ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ വിപ്പിംഗ് ക്രീമിലേക്ക്. ഗാർഡൻ ഗ്രീൻ ഒരു 3 ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ ബ്രൈറ്റ് ഗ്രീന് 1 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ആ ഒരു ഗാർഡൻ ഗ്രീനാണ് മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കുന്ന നോസിൽ തീരെ ചെറിയ ലീഫ് നോസിലാണ്, തീരെ ചെറിയ സൈസാണ്. നമ്മുടെ ആ ഒരു ഫ്ലവർ കണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഫ്ലവറിലാണ് ലീഫ് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും ചെറിയ നോസിൽ എടുക്കണം. അപ്പം കയ്യിൽ ഈ ഒരു ചെറിയ നോസിൽ ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് ടച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് ആ ഒരു ലീഫ് നോസിൽ വെച്ച് ചെയ്തില്ലേ ഡിസൈൻ, ആ ഒരു നോസിൽ എടുക്കരുത് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് വലുതായിപ്പോവും. പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. എല്ലാ ഫ്ലവറിലും ഒന്ന് ടച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ കേക്കിൻ്റെ ആ ഒരു സൈഡിലും ടോപ്പിലും ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിലും ആ ഒരു ടോപ്പിലൊക്കെ വരച്ച ഫ്ലവറിൽ ലീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവർ കൂടി ചെയ്ത് കൊടുക്കാവേ. ആ ഒരു നമ്മൾ ടോപ്പിൽ വരച്ച ഒരു ഫ്ലവറിൻ്റെ എൻഡിലൊക്കെ വരുന്ന രീതിയിൽ കുറച്ചുകൂടി കൊടുക്കാം കേട്ടോ. കാണാനായിട്ട് കുറച്ച് കൂടുതൽ ഭംഗിയിൽ കിട്ടും. ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ നമ്മൾ ആ ഒരു കുഞ്ഞു ഫ്ലവർ നേരത്തെ കൊടുത്തില്ല, അതിന് ഓപ്പോസിറ്റായിട്ട് വരച്ച് കൊടുത്താൽ മതി. ലീഫും കൊടുക്കാം.
ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് നെയിം കൂടി എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിലേക്ക് പിന്നെ ഒരു ടോപ്പിൽ നെയിം മാത്രമാണ് എഴുതി കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ കേക്ക് ഇപ്പോൾ ആ ഒരു കേക്കിൻ്റെ സൈഡും ആ ഒരു ടോപ്പും ഒക്കെ ഏകദേശം നമ്മൾ നല്ല രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പോർഷൻ അങ്ങനെ തന്നെ അങ്ങ് പ്ലെയിനായിട്ട് അങ്ങ് കിടന്നോട്ടെ, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബോൾസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്